ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ ലൈഫിൽ കുറേ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. വെറുതെ കുറേ അൺവാണ്ടഡ് തോട്ട്സ് എല്ലാം കൂടെ മനസ്സിൽ വന്നിട്ട് ഞാൻ തന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ സ്ട്രെസ്സിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായിരുന്നു കേട്ടോ. ആക്ച്വലി പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്താ കാര്യങ്ങളെന്ന് ഇവിടെ പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിവേ, അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതൽ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ പള്ളിയിൽ പോക്കിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഇൻറ്റൻസിറ്റി കൂടും. അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഞാനും അങ്ങനെയാണ് കേട്ടോ. അപ്പം എനിക്ക് അപ്പം അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അതിനെന്തെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ അതിന് എൻ്റെ ആ ഒരു സ്ട്രെസ്സിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമൊക്കെ എനിക്ക് കിട്ടും. പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയൊന്നും ഏൽക്കാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് എനിക്കൊന്നും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എന്തുമായിരിക്കും ഇങ്ങനെ. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നേ. അപ്പം നിങ്ങൾ ആരും അങ്ങനെ ടെൻഷനൊന്നും അടിക്കണം, അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ചില ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇന്നലെ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ലൈഫിൽ ഒരു 2 വർഷം മുന്നേ എൻ്റെ ലൈഫിൽ നടന്ന സംഭവമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ എന്നെ സംഭവിച്ചൊരു സംഭവമാണ് കേട്ടോ. ഒരു 18-20 വയസ്സൊക്കെ ഉള്ളൊരു കൊച്ചാണ്. അപ്പം അതിന് പെട്ടെന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായം, അത് എവിടെയോ പോകുമ്പോഴത്തേനും ഒരു ആക്സിഡൻ്റ് ആയിട്ട് എന്താ പറയുക, നമ്മുടെ അരയുടെ താഴെ ഫുള്ളും അങ്ങ് തളർന്നു പോയി. ഇപ്പം അങ്ങനെ ഫുൾ തളർന്ന് കിടക്കും, ലൈഫ് ലോങ് അങ്ങനെ തളർന്ന് കിടക്കും എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ പറയുന്ന ഈ ഫ്രണ്ടിനെ എനിക്കറിയാം. ഈ ഫ്രണ്ടിനെ അനിയനെ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 2 വർഷം മുന്നേ. അപ്പം ഇന്നലെ ആണെങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കൊച്ചിനെ കാണാൻ പോകുന്നു, ഈ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നു. അപ്പം എനിക്ക് സ്വപ്നത്തിൽ എനിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അതിൻ്റെ കിടപ്പും കിടക്കുവാണെന്നുണ്ടെങ്കിലും ഹീസ് ഹാപ്പി. ആ കിടപ്പിലും സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട്. എൻ്റെ ചില സ്വപ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേറ്റാലും അതിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ തട്ടുന്ന സ്വപ്നങ്ങളായിരിക്കാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉച്ചയായി കേട്ടോ. പക്ഷെ ഇന്നും ഈ സമയത്തും ഞാൻ ഇന്നലെ ആ കണ്ട സ്വപ്നം എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാര്യം. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ കൊച്ചിനെ എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഫോട്ടോ എവിടെയോ കണ്ടിട്ടുണ്ട്, അതും 2 വർഷം മുന്നേ. അതല്ലാണ്ട് എനിക്ക് ഇതിന് ഒരു പരിചയമില്ല. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ സ്വപ്നം കണ്ടു എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു ഭയങ്കര ഒരു റിയലൈസേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു 10-20 വയസ്സുള്ള കൊച്ചേ ഉള്ളൂ. അതിന് എന്തെല്ലാം ഇനി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഷാറ്റേഡ് ആയി. പക്ഷേ എങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹീസ് വെരി ഹാപ്പി. സ്വപ്നത്തിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു കൊച്ച്. എന്നിട്ട് ഇന്ന് ഫുള്ളും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു. എൻ്റെ ലൈഫിൽ ദൈവം സഹായിച്ച് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മളെല്ലാവരും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്ന എന്താ പറയുന്ന നേട്ടങ്ങളും ഒന്നും കൺസിഡർ ചെയ്യാണ്ട് എന്തെങ്കിലും ചെറിയ ഒരു താഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എന്താ പറയുന്ന ഒരു പോരായ്മ എവിടെയെങ്കിലും വരുമ്പം അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലേ. അപ്പം ശരിക്കും ഈ ഒരു സ്വപ്നം എനിക്ക് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. അപ്പം ഇന്നിപ്പം അല്ല, രാവിലെ തൊട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണോ ഓർത്തിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത്, ഞാൻ അത് നിർത്തി. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കത്തില്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാനേ പോകുന്നില്ല. ഇനി എന്തൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്നോ അതൊക്കെ ഒന്നും ഒരു വിഷയമല്ല. ഇത്രയും കാലവും എൻ്റെ ലൈഫിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
പലപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വി ഡോണ്ട് ലിവ് ഇൻ അറ്റ് പ്രസന്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാറില്ല. അപ്പോൾ നാളെ എന്താവും, നാളെ അത് അങ്ങനെ വന്നാൽ എന്താവും, ഇങ്ങനെ വന്നാൽ എന്താവും, ഇങ്ങനെ ഒരു നൂറ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ എപ്പോഴും പോകും. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഇങ്ങനത്തെയുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി നമ്മളിപ്പം അറ്റ് പ്രസന്റ് അറ്റ് മൊമെന്റ് ജീവിക്കാൻ പോയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഇരട്ടി ഇപ്പം എനിക്ക് എന്തുകൊണ്ട് ദൈവം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ലൈഫിൽ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് അതിനൊരു സൊല്യൂഷൻ എപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് സൊല്യൂഷൻ അല്ല കിട്ടിയത്, പക്ഷെ എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമാണ് ദൈവം എന്നെ കാണിച്ചു തന്നത്. ഐ ഡോണ്ട് നോ, ഐ സീ ഇറ്റ് ആസ് എ മിറാക്കിൾ. ദൈവം എന്നോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിനക്ക് തന്നു, എന്നിട്ട് അതൊന്നും കാണാണ്ട് ലൈക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കാണ്ട് അതാണ് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോയിലൂടെ ഇതിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല അനുഗ്രഹങ്ങളും ഒക്കെ ഓർത്ത് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അതല്ലാണ്ട് എനിക്ക് എന്നോട് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ, നിങ്ങളോടല്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അതല്ലാണ്ട് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേനും അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്ത് കരഞ്ഞോണ്ടിരിക്കാണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡോടെ പെരുമാറുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാണ്ട്. ദാറ്റ്സ് ഓൾ. എനിക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ കാണുമായിരിക്കും. ലൈക്ക് ഐ എം സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ് ഡ്രീം. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ആലോചിച്ചു, അയ്യോ ഞാൻ ഈ കൊച്ചിനെ എന്തിനാ സ്വപ്നം കാണുന്നത്. നമ്മളിപ്പം ചിലപ്പം ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച എൻ്റെ കൂടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുമായിട്ടൊന്നും ഒരു ടച്ചും കാണത്തില്ല. പക്ഷേ പെട്ടെന്ന് ചില ദിവസം ഞാൻ അവരെ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ എന്തെങ്കിലും അവരെ സംബന്ധിക്കുന്ന ഒരു തോട്ട് എന്തെങ്കിലും എന്റെ മനസ്സിൽ കൂടെ പോകുന്ന ദിവസമായിരിക്കും അങ്ങനെ സ്വപ്നം കാണുന്നത്. അപ്പൊ ഈ കൊച്ചിനെ സ്വപ്നം കണ്ടപ്പം ഞാൻ ആലോചിച്ചു, എന്റെ ഒരു എവിടെ ഒരു ചെറിയൊരു മൊമെന്റിൽ പോലും ഞാൻ ഇതിന്റെ കാര്യമൊന്നും ആലോചിച്ചിട്ടൊന്നും പോലും ഇല്ല. പക്ഷേ എന്റെ സ്വപ്നത്തിൽ കൂടെ ദൈവം, ഞാൻ ആ സ്വപ്നത്തിൽ ആ കൊച്ചിനെ കണ്ടെന്ന് മാത്രം, ഞാൻ ചുമ്മാ കാണുമല്ല ചെയ്തത്. അതിന് സ്വപ്നത്തിൽ ഞാൻ നേരിട്ട് പോയി അത് കണ്ട് അതിനെ സംസാരിച്ച് ഞാൻ അതെന്നെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് എത്രയോ ബെറ്റർ ആണ്. ദൈവം എനിക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതൊന്നും ഞാൻ മനസ്സിലാക്കാണ്ട് എന്തിനിങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഐ ഓപ്പണിംഗ് മൊമെന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇന്നലത്തെ ആ സ്വപ്നവും ഇന്നത്തെ ഈ ദിവസവും ഒക്കെ. സ്റ്റിൽ എനിക്ക് അതിന്റെ ഹാങ് ഓവർ ഭയങ്കരമായിട്ടുണ്ട് ആ സ്വപ്നത്തിന്റെ. നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു തോട്ട് ഹെൽപ്ഫുൾ ആയാലോ. ദാറ്റ്സ് ഓൾ. നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.